നമ്മുടെ ഈ നാട്ടിൽ നിന്ന് പോകേണ്ട ഒരു കാരണം എന്തായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, വെറുതെ അങ്ങനെ തോന്നി അങ്ങനെ പോയി. 60 വർഷത്തിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഒരുപാട് മാറ്റമൊക്കെ തോന്നുന്നുണ്ടോ? പൂർത്തി മാറ്റം, പൂർത്തി വലിയ മാറ്റം. നാട്ടിലോട്ട് വരാനുള്ള ശ്രമം നടത്തിയിരുന്നു, ഇവിടെ വന്നു പോയിരുന്നു എന്നൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടുകാരൊക്കെ പറഞ്ഞു. അതെ, ശ്രമം നടത്തിയെന്ന് വന്നില്ല. ഇനിയിപ്പോൾ തിരിച്ചു പോകുമോ അതോ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവുമോ? അത് അപ്പോഴും തീരുമാനിക്കല്ലോ, ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം ഹജ്ജ് ഹൗസ് എന്ന് പറയുന്ന മേഖലയിലുള്ള ഒരു വീട്ടിലാണ്. ഇവിടെ നിരവധി ആളുകൾ, ഒരുപാട് പ്രായമായിട്ടുള്ള കാക്കമാരും താത്തമാരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. വളരെയധികം സന്തോഷമേറിയ ഒരു വേള കൂടിയാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 23-ാമത്തെ വയസ്സിൽ ഈ വീട്ടിലുള്ള ഒരു വ്യക്തി, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇക്ക ഷിഹാബുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം 23-ാമത്തെ വയസ്സിലാണ് ഈ വീട്ടിൽ നിന്നും ചില കാരണങ്ങൾ കൊണ്ട് മറ്റൊരു മേഖലയിലേക്ക് പോകുന്നത്. പിന്നീട് ഏകദേശം 60 വർഷത്തിനിപ്പുറം, അതായത് 83-ാമത്തെ വയസ്സിലേക്ക്, സ്വന്തം നാട്ടിലേക്ക്, ജനിച്ചു വളർന്ന സ്വന്തം നാട്ടിലേക്ക് അദ്ദേഹം തിരിച്ചെത്തുകയാണ്. അദ്ദേഹത്തെ തിരിച്ചെത്തിക്കുന്നതിൽ ഇവിടെയുള്ള നാടും അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ തന്നെ ഒരുമിച്ച കഥ, അത് കേരളത്തിൽ എല്ലാവരെയും ഏറെ സന്തോഷിപ്പിക്കുന്നതാണ്. ആ കഥയിലേക്കാണ് കടക്കുന്നത്. അതിനു മുൻപ് ഷിഹാബുദ്ദീൻ കായോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് നാട് വിട്ടു പോയത്, പിന്നീട് എങ്ങനെയാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത്? ഇക സുഖാണോ? സുഖം തന്നെ. സുഖാണല്ലേ? ഷിഹാബുദ്ദീൻ ക 23-ാമത്തെ വയസ്സിലാണ് ഇവിടുന്ന് പോയത്. അന്ന് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് പോകേണ്ട ഒരു കാരണം എന്തായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, വെറുതെ അങ്ങനെ തോന്നി അങ്ങനെ പോയി എന്നുള്ളത്രേ ഉള്ളൂ. ശരി, നമ്മൾ ഈ വീട്ടിൽ തന്നെ ആയിരുന്നു അന്ന്? ഇത് നമ്മളെ തറവാട് വീടാണല്ലേ? ശരിക്കും പറയാൻ എനിക്ക് പറ്റില്ല, കാരണം അത്ര ഓർമ്മയില്ല. പിന്നീട് എവിടെയായിരുന്നു ഈ 60 വർഷത്തോളം? എവിടെയായിരുന്നു? പല സ്ഥലത്തായിട്ട് നടന്നു. കൊടകിൽ കുറച്ച് കാലം, അങ്ങനെ മൈസൂർ, കൊടക് ഭാഗത്ത്. അതെ. ജോലി എന്തൊക്കെ ജോലികളാ? ജോലി പലതും ചെയ്തു, അത് ചില്ലറയല്ല എന്തെങ്കിലും എല്ലാം. പിന്നീട് ഈ നാട്ടിലോട്ട് വരാനുള്ള ശ്രമം നടത്തിയിരുന്നു, ഇവിടെ വന്നു പോയിരുന്നു എന്നൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടുകാരൊക്കെ പറഞ്ഞു. അതെ, ശ്രമം നടത്തിയെന്ന് വന്നില്ല, എന്തോ വരാൻ തോന്നിയില്ല. വരാൻ തോന്നിയില്ല. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയത്? എങ്ങനെയൊക്കെ? അത് എന്തോ എങ്ങനെയൊക്കെയോ എന്തോ ഒരു അദ്ദേഹത്തിന് വൈകാരികമായി പോവുകയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. എന്തായാലും നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തി നമ്മുടെ നാട്ടുകാരെയും വീടും വീട്ടുകാരെയും ഒക്കെ കണ്ട സമയത്ത് വലിയ സന്തോഷമല്ലേ? സന്തോഷം തന്നെ. സന്തോഷം എന്താ പറയേണ്ടത്? ഒന്നുമില്ല പറയാൻ. എല്ലാവരും കണ്ടത് ഒരു സന്തോഷം അത്ര. ഈ കൊടകിൽ എവിടെയായിരുന്നു? പന്നമ്പട്ട. ഈ 40 വർഷത്തോളം കൊടകിൽ തന്നെയായിരുന്നു? അതെ. ഈ അവസാന ഘട്ടത്തിൽ എവിടെയോ താമസം മാറി, പിന്നെ അവിടെയുള്ള ആളുകളാണ് നമ്മുടെ നാട്ടുകാരെ കണക്ട് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അവരോട് ഇവിടുത്തെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാണ് ഉണ്ടായത്? പറഞ്ഞ അവർ എന്താ ഇൻ്റർനെറ്റ് എന്തിനാ വന്ന് ആക്കിയിട്ട് എൻ്റെ അഡ്രസ്സ് എടുത്തതാ, ഞാൻ കൊടുത്തതല്ല. ഇക്കടെ അഡ്രസ്സ് എടുത്ത് അവരന്വേഷിച്ചതാണ്. അങ്ങനെയാണ് നമ്മുടെ കണ്ടെത്തുന്നത്. ഈ 60 വർഷത്തിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഒരുപാട് മാറ്റമൊക്കെ തോന്നുന്നുണ്ടോ? പൂർത്തി മാറ്റം, പൂർത്തി തീർച്ചയായിട്ടും വലിയ മാറ്റം ഉണ്ടല്ലേ? വലിയ മാറ്റം. ഇവിടുന്ന് പോകുന്ന സമയത്ത് വീട്ടില് വാപ്പയമ്മയും അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു? അനിയനും ഉണ്ടായിരുന്നു, ജ്യേഷ്ഠനും ഉണ്ടായിരുന്നു. എനിക്ക് അതിനിടയിൽ നമ്മളെ എയർപോർട്ടിലൊക്കെ വന്നു പോയി, ഇവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു പോയി. അതെ, പോവുക കാണുക എന്നുള്ളത് അങ്ങനെ ലക്കാനില്ലാത്ത നടത്തം. ഈ നമുക്കൊക്കെ ഈ ചോരത്തിളപ്പിന്റെ പ്രായത്തിൽ നാട് വിട്ട് പോകാനുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ എനിക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രായത്തിൽ ജോലിയൊന്നും കിട്ടാത്ത സമയത്തൊക്കെ തന്നെ അങ്ങനെ ഒരു പോക്കാണോ അന്ന് പോയിന് 23-ാമത്തെ വയസ്സിൽ? അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, അതന്നെ ഒരു ഇതന്നെ പോയി. പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് ജോലിയൊക്കെ ചെയ്ത് താമസിച്ചൊക്കെ സമയത്ത് ബന്ധപ്പെട്ട നമ്മുടെ രക്തബന്ധത്തിലുള്ള ആളുകളെയൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ കൊതിച്ചിരുന്നോ? ആഗ്രഹം ഉണ്ടായിരുന്നെല്ലാം, പക്ഷേ സാമ്പത്തികമായിട്ട് വലിയ പിന്നോക്കമായതുകൊണ്ട് ഒന്നിനും പിന്നെ ശ്രദ്ധിച്ചില്ല. പൈസ ഇല്ലാത്തതുകൊണ്ട്. അവിടെ
കുറേ കാലം താമസിച്ചുകൊണ്ടാ തോന്നുന്നു നമ്മളെ ഏറനാടൻ ശൈലി മലപ്പുറം ഭാഷയൊക്കെ മറന്നു തോന്നുന്നു. ഇപ്പൊ കുറച്ച് വേറൊരു ഭാഷയിലാണല്ലോ സംസാരിക്കുന്നത്. അയ്യോ അങ്ങനില്ല. ഇനിയിപ്പോ തിരിച്ചു പോകുമോ അതോ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവോ? അത് അപ്പോഴും തീരുമാനിക്കില്ല. അത് ഇപ്പൊ ചാർലി സിനിമയിൽ ദുൽഖറിന്റെ പോലെയാ എപ്പോ എങ്ങോട്ടാ പോവാ അത് പറയാനൊക്കെ. ഈ നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴേ നാട്ടുകാരൊക്കെ ഇപ്പൊ ഇപ്പൊ ഇവിടെ കുറെ ആളുകൾ കൂടിയിട്ടുണ്ട്. അവരൊക്കെ എന്താ വന്ന് കണ്ട സമയത്ത് എന്താ പറയുന്നത്? എന്താ അവരെന്താ പറയേണ്ടത്? അവർ വന്നതിനെ പറ്റി എല്ലാം പറയും. ഈ ചെറുപ്പത്തില് ഒരു സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഈ നാട്ടില്, നയാ ബസാർ അങ്ങനെ എന്തോ ആണല്ലോ ഇവിടുത്തെ പേര്. ആ സമയത്ത് ഉണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ ഇപ്പൊ കണ്ടോ? ഇവിടെ ഉണ്ടോ ഇപ്പൊ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ അങ്ങനെ പറയാൻ ആരും ഇല്ല. നാട്ടുകാര് അന്നുണ്ടായിരുന്ന നാട്ടുകാരോ അല്ലെങ്കിൽ ഇവരൊക്കെ ഇപ്പൊ തിരിച്ചെത്തിയ സമയത്ത് കണ്ടോ? അങ്ങനെ ആരെങ്കിലും കാണാൻ പറ്റിയോ? ഈ നാട്ടുകാരെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ വന്നതിന് ശേഷം ഇപ്പൊ ഇവരെല്ലാം പരിചയപ്പെട്ടപ്പോൾ ഒരു സന്തോഷം തോന്നുന്നു. മറ്റൊന്നും അന്നിപ്പോ ചെറുപ്പത്തിലേ നമ്മളെ ഈ നാടായതുകൊണ്ട് പന്തളി അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നോ? പന്തളിയൊക്കെ ഉണ്ടായിരുന്നു. എവിടെയാ പന്തളിക്കാൻ പോകലൊക്കെ ഉണ്ടായിന്? ഞാൻ കളിക്കാൻ പോയാൽ വെച്ചാൽ കുട്ടികളെ കൂടുതൽ ഞങ്ങളെ ഒന്നിച്ച് കളിക്കുന്നു. എത്ര വരെ പഠിച്ചിരുന്നു അന്ന്? 8 പൂർത്തിയായിക്കില്ല. നമ്മുടെ ഇവിടുത്തെ ഒരു സ്കൂളിൽ തന്നെയാണ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ നാടടുത്ത് നവീകരിച്ച സ്കൂള് അവിടെ പഠിച്ചിരുന്ന? അതെ അതെ അദ്ദേഹം എന്താ എനിക്ക് വ്യക്തമായിട്ട് പറയാനൊക്കെ അറിയില്ല. അവിടെ മലയാളികളായിട്ടുള്ള ആളുകൾ കൂടെ ഉണ്ടായിരുന്നോ ഈ കുടകിലൊക്കെ താമസിച്ചിരുന്ന സമയത്ത്? അവർ ഞങ്ങൾ നല്ല ബന്ധമുണ്ടായിരുന്നു, പരിചയമുണ്ട്. അത് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള മലയാളികളായിരിക്കില്ല, ജോലി ആവശ്യാർത്ഥമൊക്കെ അവിടെ വന്ന് താമസിക്കുന്ന ആളുകളൊക്കെ. അതെ അതെ അതെ. അതിപ്പോൾ നാട്ടിലെങ്ങനെയുണ്ട്? കാലാവസ്ഥയൊക്കെ ഉഷാറല്ലേ? ഇവിടുത്തെ കാലാവസ്ഥയാണോ അവിടെയാണോ ഏത് നല്ലതായിട്ട് തോന്നുന്നത്? എല്ലാം കണക്കന്നെ. ഒരുപാട് ജീവിതത്തിൽ തിരിച്ചറിവുകളും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് തിരിച്ചിങ്ങോട്ട് തന്നെ എത്തിയപ്പോൾ അല്ലേ? ആ അനുഭവങ്ങളെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞേ, ഒന്ന് പ്രേക്ഷകർക്ക്. അതിലെന്താ പറയാനുള്ളത്? എല്ലാവർക്കും ഉണ്ടാകുന്ന അങ്ങോട്ട് പോയാൽ പിന്നെ ഇങ്ങോട്ട് വരേണ്ടി വരും എന്നുള്ളത്. എങ്ങനെയെങ്കിലൊക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തൂലേ ഇങ്ങനെ പോണ ആളുകൾ? ചെറുതെത്തിന്ന് വരും, ചിലപ്പം അത് ഇല്ലാതായി പോയി. പക്ഷെ ഭൂരിഭാഗം ആളുകളും തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നവരാ. അതിൽ ഇതുപോലെ നല്ല നാട്ടുകാരോടും കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു നിമിത്തമായി മാറി വഴിയൊരുങ്ങി വരും. അല്ലാത്ത ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ഇവിടെ എത്തിച്ച നാട്ടുകാരോടും കുടുംബക്കാരോടൊക്കെ നന്ദി പറയണ്ട. എന്തോലോടൊക്കെ അവർക്ക് നന്ദി എന്ന് വെച്ചാൽ 100 വട്ടം നന്ദി പറയാത്ത മറ്റേ ഞാൻ എന്താ പറയാനൊക്കെ. അതായത് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഒരുപാട് ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി കറങ്ങി തിരിഞ്ഞാ ഇങ്ങോട്ടെത്തിയത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതല്ലോ ഇവിടെ നിരവധി ആളുകളുണ്ട്. ഇക്ക ബന്ധുവാണോ? എന്താ ആളെ പേര് തന്നെയാണ്. ആളെ പേര് തന്നെയാണ്. ഇക്ക പോയിരുന്നു അവിടെ? ഇവിടെ വാട്സപ്പ് കൂടെ അവരെ ഒതുക്കുങ്ങലത്തെ ഉണ്ടായിരുന്ന നേരത്തെ ഒരാളിന് അവരെ പരിചയത്തിലുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് വിട്ടുകൊടുത്ത് അങ്ങനെ അയാളിപ്പോൾ കൊണ്ടോട്ടിന്ന് കേട്ടപ്പോൾ അയാൾ കൊണ്ടോട്ടിയിൽ ഏതോ ഒരു ഇതിക്ക് വിട്ട് അങ്ങനെ ഇയാളാണ് ഫസ്റ്റിൽ വാട്സപ്പിൽ ഇത് വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അഡ്രസ്സും കാര്യമൊക്കെ നോക്കുമ്പോൾ ഞങ്ങളെ കുടുംബം തന്നെയാണ്, നമ്മളെ അഡ്രസ്സ് തന്നെയാണ്, പേരും ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാവരും കൂടി നോക്കുമ്പോൾ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്താ ഏതാന്നല്ലേ. തിരിച്ചറിഞ്ഞു മൂപ്പര് മറന്നാലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മളിപ്പോൾ പറഞ്ഞത് നമ്മളെ ഇവിടെ ബാക്കിയുള്ള എല്ലാവർക്കും അറിയാലോ അങ്ങനെ ആൾ പോകുന്ന മിസ്സായിട്ടുണ്ട് എന്നല്ലേ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങളൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ അഡ്രസ്സ് കണ്ടപ്പോൾ ഞങ്ങളെ അഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ നോക്കുമ്പോൾ അങ്ങനെ കൂടിയാലോചിച്ച് അങ്ങനെ എല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ പുറത്ത് പബ്ലിഷ് ആയിരുന്നു ഫുള്ള്. എന്നാലും ഞങ്ങൾ പറഞ്ഞ് അങ്ങനെയല്ല നമ്മൾ ഒന്ന് പോയി നോക്കാറ്. അങ്ങനെ ഞങ്ങൾ 3-4 ആൾ 5 ആൾ ഇവിടുന്ന് പോയി ആൾ ചെന്ന് നമ്മളിങ്ങനെ കണ്ട്. അപ്പോൾ ഒരു കോട്ടേഴ്സിൻ്റെ മേലെ നിൽക്കുകയാണ്, കാലങ്ങളായിട്ട് താമസിക്കുന്നത് അവിടെ തന്നെയാണ് അത്. അപ്പോൾ കണ്ടപ്പോൾ ഒരു മുഖത്തിൻ്റെ ഷേപ്പ് കണ്ടപ്പോൾ പിന്നെ ഇയാൾ ഈ നടത്തും കാര്യമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ നിലവിലുണ്ടായിരുന്ന ഇയാളെ ഏട്ടൻ്റെ അതേ സെയിമാണ് നടത്തത്തിലും ഇങ്ങനെ ഈ ഇത്തുമാണ് ഇരിക്കുക, ആ വർത്തമാനത്തിലും ഇതൊക്കെ അതേ സെയിമാണ്. അപ്പോൾ തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഞങ്ങൾക്ക് തോന്നി. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ കാര്യം ചോദിച്ചപ്പോഴത്തെ പഴയ നാട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഓരോ ആളുകളൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പര കാലത്തുള്ള ആളുകളൊക്കെ പറ്റിയൊക്കെ പറഞ്ഞു ഞങ്ങൾ പിന്നെ ചോദിച്ചു ലാസ്റ്റ്. അപ്പോൾ ആയിക്കോട്ടെ ഞാൻ പോരാ അറിഞ്ഞ്. പക്ഷെ അന്ന് ഞങ്ങൾ കൊണ്ടുവന്നില്ല. അന്ന് പിന്നെ ഞങ്ങൾ ഇവിടെ തിരിച്ച് പോന്ന് ഞങ്ങൾ ഇവിടെ വന്നിട്ട് പിന്നെ ഓലും അവിടുന്ന് പറഞ്ഞ് എന്നിട്ട് കാര്യങ്ങൾ ചെയ്യാണ്ട് അത് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ. അങ്ങനെ പിന്നെ 4 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വീണ്ടും പോയിട്ട് ഞങ്ങൾ കൂട്ടിയിട്ട് വന്നതാണ്. അതാണ് ഇതാ ഇവിടെ വേറൊരു കാക്കുണ്ട്. നിങ്ങൾ ചങ്ങായിയാണോ മൂപ്പരെ? അല്ല ഇപ്പം ചങ്ങായി, ആദ്യത്തെ ചങ്ങായില്ല, ഇപ്പം ചങ്ങായി.
ഇപ്പൊ ചകയ്യ ഒപ്പം പഠിച്ചാളാ ആ ആയിക്കോട്ടെ ഒപ്പം അത് കുഴപ്പമില്ല മൂപ്പര് ഓർമ്മ ഉണ്ടായി ഞങ്ങൾക്ക് എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ ഒരുമിച്ച് പഠിച്ചാ അല്ലല്ല ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ആള് 8ാം ക്ലാസ്സിൽ സ്കൂളിൽ പോയി. നിങ്ങൾ ചങ്ങായിമാരേനി അങ്ങനെ ചെങ്ങാതിൻ്റെ വന്നാൻ്റെ അടുത്തോട് ഞങ്ങൾ സെറ്റാണ്. ഞാൻ ഗോപി പറഞ്ഞ ഒരാളുണ്ട് ഇവിടെ. അവിടെ ഒരു ഇയാൾ നമ്മൾ മാനു അവിടെ വരും. ഇയാൾക്ക് പേര് അന്ന് ഈ മാനു എന്നൊക്കെ ഒരു പട്ടാണല്ലേ ഒരു വർഗ എന്നാ. അപ്പോൾ അന്നത്തെ ഇവരൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് സാബിട്ടി എന്ന് പറഞ്ഞ അവിടെ ആൻ്റെ അനിയനുണ്ട്. ഇവരൊക്കെ കുടുംബക്കാരാണ്. എന്നാലും ഇപ്പോൾ ഇങ്ങനെ ബന്ധപ്പെടില്ല. അധികവും ഇവിടെ നമ്മളെ അടുത്ത് ഇങ്ങനെ വരും. സ്കൂൾ വിട്ടിട്ട് ആര് സലാബുദ്ദീൻ എന്ന് പറഞ്ഞ ആൾ അവിടെ വരും. ഇങ്ങനെ സംസാരിക്കും. അങ്ങനെ അവിടുന്ന് ഒരു ജോഡിയായിട്ട് ഇങ്ങനെ പോകുന്ന ആളാണ്. പിന്നെ നിങ്ങളൊക്കെ ആ പാകം നീ വന്ന് നിങ്ങളൊക്കെ അടുത്ത് സാധനമൊക്കെ കൊണ്ടുപോകുമ്പോൾ ബുക്കൊക്കെ ചെയ്യും. ഇങ്ങനെ ഉണ്ടല്ലോ നമുക്ക് ഒരു പിസ ഇട്ട കുട്ടിയൊക്കെ അങ്ങനെ നല്ലൊരു രസമാണ്. ഇവരെ കൂടുതലായിട്ടും നല്ലൊരു കണ്ണു തരുന്ന പറഞ്ഞ ഒരാൾ തന്നെയാണ്. ഇപ്പം അതിലല്ല അന്ന് 10-60 കൊല്ലത്തിന് ശേഷം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അന്ന് അയാൾ ഏറ്റവും അധികം ഉഷാറുള്ള കുട്ടിയാണ്. അത് 8ാം ക്ലാസ്സിലായി പോകാൻ ഹൈസ്കൂളിൽ പോയി എന്ന് പറഞ്ഞാൽ അന്ന് ഹൈസ്കൂളിൽ 10 വരെ ഇല്ല. പിന്നെ 10 വരെ ആക്കിയ ആദ്യം 7 കിടച്ച. പിന്നെ അവിടെ ഈ കൊണ്ടോടി സ്കൂളുണ്ട് കാഞ്ഞിരുത്തിങ്ങൽ. അത് വലിപ്പമില്ലാതെ അങ്ങോട്ട് മാറ്റിയാണ്. പിന്നെ അത് വലിയ 7ാം ക്ലാസ് അവിടെ സ്കൂളാക്കി. പിന്നെ അവിടെ അത് 10 ആക്കി. അങ്ങനെ ഒരു ചുറ്റുപാടൊക്കെ ഞാൻ 10-60 കൊല്ലത്തിന് ശേഷേ മൂപ്പരെ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ? മൂപ്പരെ കണ്ടപ്പോ അടുപ്പം ഞങ്ങള് സുഹൃത്തിനെ കണ്ടപ്പോ നല്ല സന്തോഷായില്ലേ? നല്ലൊരു രാത്രി തന്നെ. കാരണം ആ സന്തോഷമാണ് പങ്കുവെക്കുന്നത്. എനിക്ക് തോന്നുന്നത് ആദ്യ വിവരം കിട്ടി ഇത് കണക്ട് ചെയ്യുന്ന നിങ്ങളാണല്ലേ? നിങ്ങളെ പേരത്തിനും? എൻ്റെ പേര് സിദ്ദീഖ്. എങ്ങനെയാണ് ഇതിലേക്ക്? ഞാൻ എൻ്റെ ഒരു സ്നേഹിതം മുന്തസീർ എന്ന ആളുണ്ട് ഇവിടെ അടുത്തുള്ള കരിപ്പൂര്. അപ്പം ഇവൻ എനിക്ക് ഈ അഡ്രസ്സും ഫോട്ടോ ആദ്യം അഡ്രസ്സ് മാത്രം വിട്ടെന്ന്. അപ്പം എനിക്കറിയില്ല ഈ അഡ്രസ്സിലുള്ള ആളെനിക്ക് ഏകദേശം എനിക്കറിയില്ല. പക്ഷേ ഞാൻ അന്വേഷിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞു. ഏതായാലും ഒരു ഫോട്ടോ കൂടി വിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംഘടിപ്പിച്ചിട്ട് ഫോട്ടോ എനിക്ക് വിട്ടെന്ന്. അങ്ങനെ ഞാനത് ഫസ്റ്റ് ഞാൻ ദുബായിലാണ് ആ സമയത്ത്. അങ്ങനെ എൻ്റെ ഒരു 5-8 സ്നേഹിതന്മാർക്ക് ഞാൻ വിട്ടുകൊടുത്ത്. അതിലൊരാൾ പറഞ്ഞു ഈ അഡ്രസ്സ് എനിക്ക് തോന്നുന്നു അജ്ജോസ് ഭാഗത്താണോ സംശയം ഉണ്ട് പറഞ്ഞു. അപ്പം അഡ്രസ്സ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പം ഞാൻ അഡ്രസ്സ് ഇങ്ങനെ വിട്ട് പിന്നെ ഫസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യണ ഇയാളാണ്. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഇന്നൊരു സംശയമുണ്ട്, ഏതായാലും നിങ്ങളൊരു വോയിസും കൂടി വീഡിയോ വീണ്ടും ഞാനൊരു വോയിസ് വിട്ട്. അപ്പം അതിൻ്റെ പേരിൽ ചുരുക്കി പറയാം അന്ന് ഞാൻ നേരം മുൾക്കോളം ഉറങ്ങിയില്ല. നാട്ടിൽ നിന്നുള്ള കോള് എങ്ങനെ കിട്ടി, എവിടുന്ന് അഡ്രസ്സ് കിട്ടി. അതിൻ്റെ ഇടയിൽ ഒരാൾ വിളിച്ച് കുറേ തെറിയും പറഞ്ഞു. ഒരു പിന്നെ നെറ്റ് കോളിൽ എന്തെങ്കിലും കിട്ടിയിരിക്കണമെങ്കിൽ അജ്ജ് ഹൗസ് കൊണ്ടുപോകുന്ന കൗത്തന് ഈ ആരാണ് അങ്ങോട്ടാണ്. ഞാൻ പറഞ്ഞു മാന്യമായിട്ട് സംസാരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കോളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ആരാണ് എന്നുള്ളതൊക്കെ പറയാറുണ്ട്. പിന്നെ ഫോൺ കട്ടാക്കി. ഓനും കുറച്ച് തെറി പറഞ്ഞു. എനിക്കും പറയേണ്ടി വന്ന് ഫോണിന് കട്ടാക്കി. പിന്നെ ഫസ്റ്റ് എന്നെ കണക്ട് ചെയ്യുന്ന മൂപ്പരാണ്. അത് ഞാനിത് രാത്രി ഒരാളിനെ വിളിച്ചാണ്ട് പറഞ്ഞ് ഇങ്ങനെ അജോസിൽ ഇങ്ങനെ ഒരു കുടുംബക്കാരൻ്റെ ഫോട്ടോ ഉണ്ട്. എൻ്റെ പാപ്പാൻ്റെ പിന്നെ ബന്ധുവാണ്. അപ്പോൾ ഞാൻ നേരെ ഇട്ട ആളെ നോക്കി. അപ്പോൾ മൂപ്പരാണ്. അപ്പോൾ ഞാൻ നേരെ മൂപ്പർക്ക് വിളിച്ച മൂപ്പരാണ്. ഞാൻ ദുബായിലാണ്. പിന്നെ ഇനി സംഭവം മൂപ്പര് ഈ ഇട്ട ആൾ വേറെ നമ്പർ കൂടി കിട്ടി എനിക്ക്. മൂപ്പരായിട്ട് കണക്ട് ചെയ്തപ്പോൾ മൂപ്പരവിടെ ഇവിടെ മലപ്പുറത്തുള്ള ആളെ നമ്പർ തന്ന്. അപ്പോൾ മൂപ്പരായിട്ട് കണക്ട് ചെയ്തപ്പോൾ അവിടുത്തെ നമ്പർ കിട്ടി. അപ്പോൾ ആ നമ്പറിൽ പിന്നെ ഞാൻ വിളിച്ച് പറഞ്ഞ് ഈ അഡ്രസ്സും ഈ കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ അറിയുന്ന ആളാണ്. ബാക്കിയുള്ളത് നമ്മൾ വന്ന് നോക്കിയതിൻ്റെ ശേഷം നിങ്ങളായിട്ട് സംസാരിക്കാറുണ്ട്. ഞങ്ങൾ 2 ദിവസം കൊണ്ട് വരാറുണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 4-5 ആൾക്കാർ കൂടിയുണ്ട് അവിടെ പോയി. കണ്ടപ്പോൾ എന്നെ മനസ്സിലായി ആൾ സെയിം ഇയാളെ ജസ്റ്റ് ദേഹമാതിരി തന്നെയാണ്. ഒരു ഐറ്റിൽ മാത്രം വ്യത്യാസമുള്ളൂ. ഇവർ 3 മക്കൾ. അപ്പോൾ അങ്ങനെ കണ്ടെത്തി. പിന്നെ ഞങ്ങൾ ഓലോട് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുവരാൻ വരാം. ഓലോട്ട് സംസാരിച്ചാണ്ട് വീട്ടിൽ പോയിട്ട് ഇവരോട് സംസാരിക്കണം. ഞങ്ങൾ ഇവിടെ സംസാരിക്കാതെ ഇനി പോയിന്. ഞങ്ങൾ പോയതാണ്. 5 ആൾക്കാർ ഞങ്ങൾ തീരുമാനം എടുത്താണ്ട് പോയതാണ്. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൊണ്ടുപോകുന്നുള്ളവർക്ക്. അപ്പോൾ ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ വലിയ കൊണ്ടുവന്നുള്ളി എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരാനുള്ള പരിപാടിക്ക് തന്നെയാണ് പോയത്. അപ്പോൾ ആളോ അതാണെന്ന് പക്ക ഉറപ്പായപ്പോൾ പിന്നെ ബലോട് സംസാരിച്ചപ്പോൾ ബലും പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ളി പറഞ്ഞപ്പോൾ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. രണ്ടാമത് പോയി കൊണ്ടുവന്നു. 60 വർഷത്തിന് ശേഷമാണ് നമ്മളെ നാട്ടുകാരെ തിരിച്ചെത്തി. കണ്ടപ്പോൾ സന്തോഷം തോന്നി. വളരെ സന്തോഷമുണ്ട്. വളരെ ആശ്ചര്യത്തോടും ആകാംക്ഷയിലൊക്കെ ഞങ്ങളിത് ന്യൂസ് കേട്ടത്. തിരിച്ചും ഒരു അവിശ്വസനീയമായ ന്യൂസായിരുന്നു അത്. സത്യത്തിൽ എൻ്റെയൊക്കെ മനസ്സിൽ ഞാൻ തുറന്നു പറയുക, ഇദ്ദേഹത്തിന് സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ആരെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയോ എന്ന് വരെ സംശയം തോന്നുന്ന രൂപത്തിലായിരുന്നു അന്ന് നമ്മൾ പെട്ടെന്ന് കേട്ടത്. പിന്നെ ഫോട്ടോ കണ്ടപ്പോഴാണ് ഇവരെ ജ്യേഷ്ഠൻ്റെ അതേ ഫോട്ടോ തന്നെ കണ്ടത്. ഇദ്ദേഹത്തിൻ്റെ അനിയൻ ഉറവാസി എന്നോട് പറഞ്ഞ ഞങ്ങളോട് ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. VP അബ്ദുൽ കരീം പറഞ്ഞു, കുഞ്ഞുട്ടി എന്നാണ് വിളിക്കാറ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൊണ്ടോട്ടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു. എൻ്റെ ജ്യേഷ്ഠന് ഇനി എൻ്റെ കാണാതായ ജ്യേഷ്ഠനെ ഇനി കാണാൻ പറ്റുമോ, ഞാൻ കാണുമോ എന്നൊരു ചോദ്യം ചോദിച്ചത് എൻ്റെ മനസ്സിൽ ഇന്നും ഓർക്കുന്നുണ്ട്.
അങ്ങനെ ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചത്. നാട് കുറെ ശ്രമിച്ചിട്ടുണ്ടല്ലേ മൂപ്പരെ കണ്ടെത്താനും തിരിച്ചു കൊണ്ടുവരാൻ? അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കില്ല, അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ ഇദ്ദേഹം ലൈവാണോ അല്ല എന്ന് വരെ ഞങ്ങൾക്ക് ബോധ്യമില്ലായിരുന്നു സത്യത്തിൽ. പിന്നെ കിട്ടിയപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായി മാറിയത്. തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ സന്തോഷമാണ്. നാട്ടുകാർക്ക് ഇത്രയും കൊല്ലത്തിന് ശേഷം ഒരാൾ നാട്ടിലേക്ക് വരുമ്പോഴുള്ള സന്തോഷം ഞങ്ങൾ എല്ലാവരും പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി കുറേയേറെ പേർ ഇവിടെ വരുന്നുണ്ട്. അദ്ദേഹത്തുമായി ബന്ധം പുതുക്കാനും കാണാനുള്ള ആകാംക്ഷയിൽ കാണാനൊക്കെ എത്രയോ പേര് വരുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും. ഇതിനു വേണ്ടി ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയോ കാക്കി? ഇല്ല, ഈ ഗ്രൂപ്പിൽ ഐജോസ് ഗ്രൂപ്പിലാണ് കാര്യമായിട്ട് വന്നത്. ഈ 23-ാമത്തെ വയസ്സിൽ പോയി പറഞ്ഞാൽ 60 വർഷം മുമ്പ്. അന്ന് വാട്സപ്പും സംഗതിയൊന്നും ഇല്ലല്ലോ. സാധാരണ ഇതിൽ ഇപ്പോൾ മിസ്സായി കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുക. ആ മാർഗം തന്നെ കണ്ടെത്താൻ കാര്യം വിട്ട് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ഈ സമപ്രായക്കാരൊക്കെ മരിച്ചുപോയി, എല്ലാവരും ഇതായപ്പോൾ ഞങ്ങൾ ആള് മരിച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു കണക്കൂട്ടലുണ്ടായി. പിന്നെ അപ്പം യാദൃശ്ചികമായിട്ട് പെട്ടെന്ന് ഇയാൾ പറഞ്ഞ മാതിരി പെട്ടെന്ന് കണ്ടെത്തിയതാണ്. കൗൺസിലറാണല്ലേ? ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് അതിയായ സന്തോഷമുണ്ട്. എന്താ ഞങ്ങൾക്ക് ഇവിടുത്തെ ഇപ്പം പോയപ്പോൾ ഇപ്പൻ്റെ മാതിരി ഒരു വന്നപ്പോൾ തോന്നിയത് അമ്മ മനസ്സിക്ക്. ഇത് ബന്ധുക്കളാണല്ലേ ഈ കാണുന്നതൊക്കെ? ഇതൊക്കെ ഇത് ബന്ധുവായിട്ടുള്ള ഒരു കാക്ക നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒരു ഗ്യാപ്പരി നിങ്ങള് മൂപ്പര ബന്ധുവാണല്ലേ? ബന്ധുവാണ് പറഞ്ഞാൽ ഞാൻ മരുമകനാണ്. മരുമാനാണ്. ഇവിടുത്തെ കല്യാണം കഴിച്ചാളാ. പോയില്ല അങ്ങോട്ട്? ഞാൻ പോയില്ല, മോനാ പോയതിന്റെ. ഓ വളരെ സന്തോഷം, ഭയങ്കര ഹാപ്പി അല്ലേ എല്ലാവരും. 60 വർഷത്തിന് ശേഷം ഒരു പുതിയ അംഗമായിരിക്കും, പക്ഷെ കുടുംബത്തിലെ ഒരു മുതിർന്ന ആളാണല്ലേ? ഒരു മുതിർന്ന ആളാണല്ലോ. സന്തോഷം. അതെ 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 അതെ. ഇവിടുത്തെ ആളെ അമ്മൂശപ്പിന്റെ അതേമാതിരിയാ, അതേ രൂപസാദൃശ്യത്തെ ആളാ. സന്തോഷത്തില്ല. തീർച്ചയായും അതാണ് നാട്ടുകാർ വലിയ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. അതാ ഈ കന നമ്മൾ കണ്ടിരുന്നു, ആ വീഡിയോയിൽ കണ്ടിന്. ഞങ്ങൾ പോയി എന്ന് കണ്ട് എല്ലാവരും പറഞ്ഞാൽ തന്നെ കൂടുതലൊന്നും പ്രത്യേകിച്ച് പറയാനുള്ളതല്ല. ഒരു കുടുംബക്കാരാ തൊട്ട് മേലെയാണ് വീട്. പഴയ കാലത്ത് അയൽവാസിയാണ്. ഇപ്പം കുറേ വീടുകൾ ഇടയിൽ വന്നതുകൊണ്ടാണ് കുറച്ച് ഇതായത്. പിന്നെ അന്നത്തെ കാലത്ത് ഈ പഴയ വീട് തന്നെയാണ്, ഈ വീട് തന്നെയാണ് പോയ കാലത്തുള്ള വീട്. പക്ഷെ വീടിന്റെ രൂപം മാറി. കണ്ട സമയത്ത് നിങ്ങളൊക്കെ മുമ്പ് തിരിച്ചറിഞ്ഞു? ഇല്ല, ഞാൻ അയാളെ അയാളെ നമ്മളെ അറിയില്ല. കാരണം എന്താ പറയുക, ഞാൻ ജനിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്, അല്ലെങ്കിൽ ജനിച്ചിട്ട് ചെറിയ കുഞ്ഞാ. അത്ര സമയത്താണ് ഇയാൾ പോണത്. അയാൾ പോയത് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ഇങ്ങനെ ചെറിയാപ്പൂ എന്ന് അയാളെ ഓമനപ്പേര് വിളിക്കല്. ഇവരെ പെരക്കാരൊക്കെ വിളിച്ചിരുന്നത് ചെറിയാപ്പൂ എന്നാ വിളിക്കുക. ഇവര് 3 ആൺകുട്ടികളാണ്, അതിൽ നടുത്താളാ അയാൾ പോയി എന്ന് പറഞ്ഞാൽ പോയി എന്നല്ലാതെ. അന്ന് പിന്നെ തെരഞ്ഞോ നമ്മൾ ചോദിച്ചല്ലോ. അന്നത്തെ കാലത്ത് കാരണന്മാരല്ലേ, അവരെ ഒരു ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു തെരച്ചിലല്ലേ. അന്ന് അവിടെ ഉണ്ട് അറിയാം. അപ്പോൾ ഒന്ന് പോയി നോക്കും. അവിടെ പോകുമ്പോൾ അതെല്ലാം ആളെന്ന് അറിയും. എൻ്റെ വലിയാപ്പയാണ് ഇവര്, എൻ്റെ അളാപ്പി ഇവരൊക്കെ കൂടി പോയിട്ടുണ്ടെന്ന് പല സ്ഥലത്തേക്കും. അതിലൊക്കെ അന്നത്തെ കാലത്തൊക്കെ ഈ പറ്റിക്കണൊരു ഏർപ്പാടുണ്ട് കൂടുതലും. പിടിച്ചു പറയും അങ്ങനെ അവിടെ കണ്ട് അറിഞ്ഞിട്ട് അവിടെ വന്ന് നോക്കി, ഇനി ഞങ്ങളെ തെരഞ്ഞു വന്നാണ് പറഞ്ഞ് ബസ്സിൻ്റെ പൈസ വരെ ഇവിടുന്ന് വാങ്ങി പോയിട്ടുണ്ട് പറഞ്ഞ്, ഇന്നടുത്തുണ്ട് പറോക്കിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയത്. പിന്നെ എന്ന് പറഞ്ഞാൽ തന്നെ നിമിത്തം തന്നെ. കാരണം മൂപ്പര് ഇവിടെ വന്നിട്ടുണ്ട്, മൂപ്പർക്ക് ഇങ്ങോട്ട് വരാം. പക്ഷെ മൂപ്പര് വരാത്തത് ഒരു ഈഗോ ഉണ്ടല്ലോ, വിഷമം ഉണ്ടാവും. ആ ഒരു വിഷമത്തിലാണ് വരാതിരുന്നത്. അതെ അതാണ് ആ സന്തോഷമാണ്. ജനിച്ചു വളർന്ന സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയതിലുള്ള സന്തോഷം ചെറിയാപ്പൂ എന്ന് വിളിക്കുന്ന ഷിയാബുദ്ദീൻ കാക്കുണ്ട്. ഷിയാബുദ്ദീൻ കാ അങ്ങോട്ട് തിരിച്ചെത്തിയതിൽ ഇവിടെയുള്ള നാടും കുടുംബമൊക്കെ തന്നെ വലിയ സന്തോഷത്തിലാണ്. മൂപ്പര് പറയുന്നുണ്ട് ഈ തിരിച്ചുവരവ് ഒരു നിമിത്തമാണ്, അതിന് നിമിത്തമായത് നാട്ടുകാരാണ്, കുടുംബക്കാരാണ്, അവരോട് വലിയ നന്ദിയുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനിയും ഒരുപക്ഷെ തിരിച്ചു പോകാനുള്ള സാധ്യതയൊക്കെ തന്നെ പറയുന്നുണ്ടെങ്കിൽ ഇവരുടെ സ്നേഹം കണ്ട് തിരിച്ചു പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ? അങ്ങനെയാണ് വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.